പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് സബ്സേ ബഡാ ഷോമാൻ. ഇതൊരു ജീവനിയാണ്. ജീവനി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം. ഇത് എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദിയാണ്. പ്രശസ്തനായ സിനിമാ താരം ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ലോകം തിരിച്ചറിയാനുണ്ടായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ചാർലി ചാപ്ലിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. അദ്ദേഹം അമേരിക്കയിലെ ബോളിവുഡിലെ തുടക്കം മുതൽ ജ്വലിച്ചു നിന്ന വ്യക്തിയായിരുന്നു. സിനിമാ സംവിധായകൻ, നടൻ, സംഗീത സംവിധായകൻ, സിനിമാ നിർമ്മാതാവ്, അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അദ്ദേഹം ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളായിട്ടുള്ള ദ മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, ദ കിഡ്, സിറ്റി ലൈറ്റ്സ്, ദ സർക്കസ് എന്നിവ വളരെ പ്രശസ്തമാണ്. ആ സർക്കസ് എന്ന സിനിമയിലെ ഓരോ രംഗവും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികൾ കൊടുത്തിട്ടുണ്ട്. മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. എന്താ പറയുന്നത്? എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്. മേരെ ആസു, എൻ്റെ കണ്ണുനീർ, ജോ നെഹീൻ ദേഖ് പാത്താ ഹേ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ലല്ലോ. അതായത് ലോകത്തെ കുടുകുടാ ചിരിപ്പിക്കുന്ന ആളാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സബ്സേ ബഡാ ഷോമാൻ, ഏറ്റവും വലിയ ഷോമാൻ. ഗീത് ചതുർവേദിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. गाते गाते अचानक माम की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. गाते गाते, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അചാനക് പെട്ടെന്ന്, മാം കി ആവാസ് അമ്മയുടെ സൗണ്ട്, ഫട്കർ ഇടറി, ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ നേരിയ, അതായത് ബലഹീനമായിട്ട്, തബ്ദീൽ ഹോ ഗയി. തബ്ദീൽ ഹോ ഗയി എന്ന് പറഞ്ഞാൽ മാറി, അതായത് ചേഞ്ചായി. ലോകം കോ ലഗാക്കി മൈക്ക് മേ കുഷ് ഖരാബി ആ ഗയി ഹെ. ആളുകൾക്ക് തോന്നിയത് മൈക്കിൽ എന്തെങ്കിലും ഖരാബി ആ ഗയി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി, അതായത് മൈക്ക് കേടായതാണെന്ന് വിചാരിച്ചു. പർ ഫുസ്ഫുസാഹട്ട് സാരീതി, പക്ഷേ ഈ ബലഹീനത തുടർന്നുകൊണ്ടേയിരുന്നു. ലോക് ചില്ലാനെ ലഗെ, ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. കഹീം സെ കുഷ് ലോഗ് മ്യാവൂ മ്യാവൂ കി ആവാസ് നിക്കാൽനെ ലഗെ, ആരൊക്കെയോ പൂച്ച കരയുന്ന സൗണ്ട് പുറപ്പെടുവിച്ചു. ഈസ് അഭദ്രശോർനെ, ഈ അശുഭമായ ബഹളം, മാംകോ സ്റ്റേജ് സെ ഹട്നേക്കോ മസ്ബൂർ കർദിയ, അമ്മയെ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചു, നിർബന്ധിതയാക്കി. ചാർലി കോ വഹ് അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാതി थी. ചാർലിയെ വഹ് അക്സർ ചിലപ്പോൾ, അപ്നെ സാത്ത് അവരുടെ കൂടെ, തിയേറ്റർ ലേ ജാതി थी അമ്മയുടെ കൂടെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. അതായത് ചാർലി ചാപ്ലിൻ്റെ അമ്മ ഒരു ഗായികയാണ്. അപ്പോൾ പാട്ട് പാടുന്ന ഷോകളിലേക്ക് മകനെയും കൊണ്ടുവരാറുണ്ട്. ഉസ് ദിൻ ബി പർദേ കെ പീച്ചെ ഗഡാ വഹ് ആവാസ് കെ തമാശോ കോ ദേഖ് രഹാ താ. ആ ദിവസവും പർദേ കെ പീച്ചെ, കർട്ടൻ്റെ പിന്നിൽ അവൻ നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ആവാസ് കെ തമാശ ദേഖ് രഹാ താ, ഇതെല്ലാം കണ്ട് അവൻ നിൽപ്പുണ്ടായിരുന്നു. മാം ഔർ മാനേജർ മേ ബഹസ് ഹോത്തേ ദേഖ് വഹാം ഗയ. അമ്മയും മാനേജരും തമ്മിലുള്ള ബഹസ്, വാക്തർക്കം കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് അവൻ വന്നു. മാനേജറിനെ ചാർലിക്കോ മാം കെ കുച്ച് ദോസ്തോം കെ സാമനെ അഭിനയ കർത്തെ ദേഖാത. മാനേജറെ ചാർലിനെ അവൻ്റെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അഭിനയിക്കുന്നത്, ആക്ട് ചെയ്യുന്നത് മാനേജർ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഔർ വഹ് ഉസേ സ്റ്റേജ് പർ ബേച്ചിനേക്ക് സിദ്ധ് കർലേലക. അതായത് ഇപ്പോൾ സ്റ്റേജിൽ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ചാർലിയുടെ അമ്മയുടെ സോങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് സൗണ്ട് ഇടറുകയും പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ സ്റ്റേജിലേക്ക് മകനെ ചാർലിയെ വിടാൻ തയ്യാറാവുകയാണ്. ബേജിനേക്ക് സിദ്ധ കർണേ ലഗി, സിദ്ധ് കർണേ ലഗ എന്ന് പറഞ്ഞാൽ
വാശി പിടിച്ചു. ചാർലീനെ സ്റ്റേജിലേക്ക് വിടാൻ വേണ്ടിയിട്ട് മാനേജർ വാശി പിടിച്ചു. മാം ഡർ ഗയി, അമ്മയ്ക്ക് പേടിയായി. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സുള്ള ഈ കുട്ടിക്ക് ഈ ഉഗ്ര ഭീഡ്കോ, ഈ വലിയ ഒരു കൂട്ടത്തിനെ, ഈ ജനക്കൂട്ടത്തിനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ? ബഹുത്തും മുബാഹിസാക്കെ ബാദ്, അങ്ങനെ ഒരുപാട് തർക്കത്തിനൊടുവിൽ വഹ് അന്തതഹ ചാർലിക്കോ സ്റ്റേജ് പർ ലേ ഗയ, അവസാനം ചാർലിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അവർ ബച്ചാവ് കെ കുച്ച് ശബ്ദ് കഹേ ഉസെ അക്കേല ചോടായ, രക്ഷയ്ക്കായി എന്തൊക്കെയോ അവനോട് പറഞ്ഞിട്ട് അവനെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിർത്തി. दुवेम के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत ജേക്ക് ജോൺസ് ഗാന ശുരു കിയ. ദുവേം കെ ഉടുത്തെ എന്ന് പറഞ്ഞാൽ ആ പുക ഉയരുന്ന, ചല്ലോം കെ ബീച്ച് അതായത് ആ ഗോളത്തിൻ്റെ നടുവിൽ, അതായത് ആ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒരു ഗോളത്തിൻ്റെ നടുക്കിലായിട്ട്, അതായത് വലിയൊരു സ്റ്റേജാണത്, ആ സ്റ്റേജിൻ്റെ നടുവിലായിട്ട് ചാർലിനെ മഷ്ഹൂർ ഗീത് ജേക്ക് ജോൺസ് ഗാന ശുരു കിയ. ചാർലി ഒരു ഫേമസ് ആയിട്ടുള്ള ജേക്ക് ജോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടാൻ തുടങ്ങി. കുച്ച് ദേർ തക്ക് ഓർക്കസ്ട്ര വാലെ ഉസ്കി ആവാസ് മേ ഉസ് ഗാനെ കി ധുൻ തലാസ്തേ രഹി. കുറച്ച് നേരം ഓർക്കസ്ട്ര ആളുകൾ അവൻ്റെ ആ ശബ്ദത്തിനനുസരിച്ചിട്ടുള്ള ട്യൂണ് തലാസ്തേ രഹീം തിരഞ്ഞു. ഔർ വഹ് ജയ്സേ ഹി മിലി, ആ ട്യൂണ് കിട്ടിയതും ഗാന സജനയിലേക, അങ്ങനെ പാട്ട് നല്ല രീതിയിൽ പോകാനും തുടങ്ങി. ഗാന അബി ആദാഹി ഹുവാദാക്കി സ്റ്റേജ് പർ പൈസോം കി ഭൗച്ചാർ ശുരു ഹോ ഗയി. പാട്ട് പകുതിയായപ്പോൾ, ആദാഹി ഹുവ പറഞ്ഞ പാട്ട് പകുതിയായപ്പോൾ സ്റ്റേജിലേക്ക് പൈസോം കി ഭൗച്ചാർ, സ്റ്റേജിലേക്ക് പണത്തിൻ്റെ എന്താണ് കൂമ്പാരം, അതായത് പണം, പൈസ ഇങ്ങനെ സ്റ്റേജിലേക്ക് വീഴാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക്ക് ദിയ, അപ്പോൾ ചാർലി പാട്ട് നിർത്തി. അവർ ഘോഷണാക്കി, ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു. എന്ത്? പഹലെ മേ യേ പൈസേ ബട്ടാരൂക, ആദ്യം ഞാൻ ഈ പൈസ ഒന്ന് പെറുക്കട്ടെ. അവർ ഉസ്കെ ബാദ് ഹി ഗാവുക, എന്നിട്ട് അതിന് ശേഷം ഞാൻ പാടാം. ഈസ് ബാത്തിനെ ഹോൾക്കോ ഹസ്സി ഗർമേ തബ്ദീൽ കർ ദിയ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ ഹോള്, ആ തിയേറ്ററിലെ ആ ഹോള് ഹസ്സി ഗർമേം, അത് ചിരി, ഭയങ്കര ചിരിയായിട്ട് മാറി. തബ് തക്ക് മാനേജർ ഏക്ക് റൂമാൽ ലേക്കർ ആയ, അപ്പോൾ നമ്മുടെ മാനേജർ ഒരു റൂമാൽ ലേക്കർ, ഒരു ടവലും എടുത്തിട്ട് അവിടേക്ക് വന്നു. എന്നിട്ട് പൈസ ബട്ടോറിനെ ലഗി, ആ പൈസ പറക്കാൻ തുടങ്ങി. ചാർലിക്കോ ലഗാക്കി മാനേജർ ഗുഡ് പൈസേ രഖ് ലേന ചാഹത്താ ഹേ. അപ്പോൾ ചാർലിക്ക് തോന്നി മാനേജർ ഈ പൈസ മൊത്തം ഒറ്റയ്ക്ക് എടുക്കുമെന്ന്. ഉസ്നെ യഹ് ബാത്ത് ശിക്കായത്തി ലഹജെ മേ ദർശകോം സെ കഹ്ദി. അവൻ ഈ കാര്യം ഒരു പരാതി രൂപേണ ദർശകോംസെ, കാണികളോട് പറഞ്ഞു, അതായത് ആക്ഷനിലൂടെ പറഞ്ഞു. ഹസി തബ് ഔർ ബഡ് ഗയി, അപ്പോഴോ ചിരി അതിനൊക്കെ കൂടുതലായിട്ട് ഉയർന്നു. ജബ് റൂമാൽ കി പോട്ടലി മേം പൈസെ ബാന്ത് ബേക്ക് സ്റ്റേജ് കി ഔർ ജാത്തെ മാനേജർ കെ പീച്ചെ ചാർലി വ്യാകുലദാസെ ലഗ് ഗയി. അപ്പോൾ എന്താണ്, റൂമാൽ കി പോട്ടലി, ആ ടവലിൻ്റെ ആ പൊതി, എന്താണ്, ആ പൈസ പൊതിഞ്ഞ പൊതിയുമായിട്ട് ബാക്ക് സ്റ്റേജ് കി ഔർ ജാത്തെ, ബാക്ക് സ്റ്റേജിലേക്ക് പോയ മാനേജറിൻ്റെ പിന്നാലെ ചാർലി വ്യാകുലദാസെ ലഗയ, ചാർലിയും പിന്നാലെ നടന്നു, വിഷമിച്ച് നടന്നു. ജബ് തക്ക് മാനേജറിനെ വഹ് പോട്ടലി മാം കെ ഹവാലെ നെഹി കി വഹ് നെഹി ലൗട്ടാം. എപ്പോഴാണോ അമ്മയുടെ കയ്യിലേക്ക് ആ പൊതി മാനേജർ കൊടുക്കാതിരുന്നത്, കൊടുക്കുന്നത് വരെ അവൻ എന്താണ് അവിടെ നിന്നു, അല്ലെങ്കിൽ അവൻ തിരിച്ചു വരില്ല. ചാർലിനെ ജനതാമേ ഗുദ് ഗുദി ഫൈലാദി. ചാർലി ആളുകൾക്കിടയിൽ ഒരു ഭയങ്കര ഉത്സാഹം, എന്താണ്, ആ ആളുകൾക്കിടയിൽ വലിയ ഒരു ഉത്സാഹഭരിതരാക്കി. ഗുദ്ഗുദി ഫൈലാന പറഞ്ഞ ഉത്സാഹഭരിതരാക്കി. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോംസെ ബാത്ചീത് കി, അതിനുശേഷം കാണികളോട് അവൻ സംസാരിച്ചു. നൃത്തം ചെയ്തു. ഔർ അപ്നി മാം സഹിത് കൈ ഗായകോം കി നക്കൽ ഉദാരി, എന്താണ്, അമ്മ ഉൾപ്പെടെ മറ്റുള്ള ഗായകന്മാരെ അവൻ നക്കൽ ഉദാരി എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്തു, മിമിക്രി കാണിച്ചു അവരുടെ സൗണ്ട്.
मासूमियत में उसने थोड़ी देर पहले फटी माम की आवाज़ और उसके ഫുസ്ഫുസാനെ की भी नकल उतार दी. മാസൂമിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നസെൻസ്, അതായത് ഭയങ്കര നിഷ്കളങ്കമായിട്ട് അവനെ ധോടി ദേർ പഹലെ എന്താണ് കുറച്ച് മുന്നേ നടന്ന ആ സംഭവം, അതായത് അമ്മയുടെ സൗണ്ട് ഇടറിയ സംഭവം തന്നെ അവൻ ഫുസ്ഫുസാഹക്കി ബി നക്കലുദാരി, അതും അവൻ മിമിക്രി കാണിച്ചു. लोगों में टहाहुम की हिस्सेदारी हुई और സ്റ്റേജ് पर जमकर പൈസേ ബർസോ. ആളുകൾക്കിടയിൽ വളരെ എന്താണ് എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. അവർ സ്റ്റേജ് പർ ജംകർ പൈസേ ബർസേ, സ്റ്റേജിലേക്ക് വീണ്ടും പൈസകൾ എന്താണ് വീഴാൻ തുടങ്ങി. അന്തുമേ മാം ജബൂസെ ലേനയായി, അങ്ങനെ അവസാനം അമ്മ അവനെ കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നു. ദർശകോനെ ദേർ തക് ഗഡേ ഹോക്കർ താലിയാൻ ബജായി, ആളുകൾ ഒരു എണീറ്റ് നിന്ന് കൈകൾ അടിക്കാൻ തുടങ്ങി. താലിയാൻ ബജായി എന്ന് പറഞ്ഞാൽ കൈകൾ അടിച്ചു. കൈ ലോകോംനെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരിഫ് കി, കുറേ ആളുകൾ അമ്മയ്ക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് കൈ കൊടുത്തിട്ട് മകനെ അഭിനന്ദിച്ചു. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ, അങ്ങനെ ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് വന്നു. ഔർ മാം ആക്കിരി ബാർ, അമ്മ അവസാനമായിട്ടും. ദുനിയാക്കെ സബ്സെ ബഡേ ഷോമാൻ കാ യഹ് പഹലാ ഷോദ, ലോകത്തിലെ ഏറ്റവും വലിയ ആ ഷോമാൻ്റെ പഹലാ ഷോദ, ഫസ്റ്റത്തെ ഷോ ആയിരുന്നു ഇത്. ഉസ്നെ ജന്മിലേ ലിയാദ, അങ്ങനെ അവൻ ജന്മമെടുത്തു. കണ്ടോ, നമ്മുടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് 5 വയസ്സുള്ള ചാർലി ചാപ്ലിൻ എന്താണ്, അന്നാണ് ചാർലി ചാപ്ലിൻ ഫേമസ് ആവാൻ തുടക്കമിട്ടത്. അപ്പോൾ എല്ലാവർക്കും പാഠം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആക്ടിവിറ്റിയും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ആയിട്ട് വരാം. ബൈ.